അല്ല, ഈ സിദ്ധാർത്ഥ ലാലിന്റെ മുഖത്തൊരു ഇവിടെ കാണുന്ന ആ കുരുവാണോ? ആ കുരുവിന്റെ കാര്യത്തില് എനിക്കറിയില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ കുരുവാണോ ചോദിക്കണേ? ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് റോയൽ എൻഫീൽഡ് തലയായിട്ടുള്ള സിദ്ധാർത്ഥ് ലാലിനെ കുറിച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മോട്ടോർ സൈക്കിളിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഞാൻ പഠിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. പക്ഷെ ഇത്തരം കഥകൾ, ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന ഇത്തരം കഥകളെ കുറിച്ച് കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ സിദ്ധാർത്ഥ് ലാലിന്റെ കഥ കേട്ടപ്പോ എന്ത് തോന്നി? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിന്ന് പറയാൻ പോകുന്നത് റോയൽ എൻഫീൽഡിന്റെ തലയായിട്ടുള്ള, അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള സിദ്ധാർത്ഥ് ലാൽ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ്. സിദ്ധാർത്ഥ് ലാലിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം അറിയാലോ, നമ്മുടെ ഒരു സിനിമകളെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിനിമയിൽ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഡയറക്ടേഴ്സിനെയാണ് ഇമ്പോർട്ടൻസ്, അല്ലേ? അതുപോലെയാണ് ഇപ്പോൾ ചില മാനുഫാക്ചേഴ്സ്, ചില ഓട്ടോമോട്ടീവ് കമ്പനികളുടെ അവരുടെ CEO ഇല്ലെങ്കിൽ അവരുടെ അതിൻ്റെ ഓണേഴ്സിനൊക്കെയാണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഇലക്ട്രിക്കിൽ പറയുകയാണെങ്കിൽ എലോൺ മസ്ക്, അതുപോലെ തന്നെ ഹൈപ്പർ കാറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റ്യൻ വോൺ കൊനിഗ്സാഗ്, മാട്രിമാക്ക്, അങ്ങനെ പല കമ്പനികളിലും. ഇപ്പം നമ്മൾ ജാപ്പനീസ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു നമ്മൾ ഹോണ്ട യമഹ ആ ഒരു പേരിലാണെങ്കിൽ പോലും ഒരു വ്യക്തിക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് കുറവാണ്. പക്ഷെ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള CEO MDകളൊക്കെ കുറച്ചും കൂടിയും അവർ മുൻപിലേക്ക് വന്ന് അവരുടെ ഒരു സ്ഥാനം എടുത്ത് കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡ് രാജീവ് ബജാജ് ഒക്കെ നമുക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഹീറോൻ്റെ ആളായിട്ടുള്ള അയാളുടെ പേര് ഞാൻ പറഞ്ഞു, ഹീറോൻ്റെ ആളുടെ പേരെന്താ, ഹീറോൻ്റെ ആളുടെ പേര് പവൻ മുഞ്ചാൽ. ഓക്കെ, പവൻ മുഞ്ചാൽ, അങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ ഒരു പ്രസൻസ് കൂടി കാണിച്ചു തുടങ്ങി. നമ്മുടെ സിനിമ പോലെ ആയി തുടങ്ങി, ഒരു വ്യക്തിക്ക് ഒരു ഇമ്പോർട്ടൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇമ്പോർട്ടൻസ് ആയിട്ട് വന്നതിൽ ഏറ്റവും മെയിനായിട്ട് വന്നിട്ടുള്ള ഒരാളായിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന സിദ്ധാർത്ഥ് ലാൽ. ഇപ്പോൾ രാജീവ് ബജാജിനേക്കാളും ഒരു ഇമ്പോർട്ടൻസ് അദ്ദേഹത്തിന് ഏറ്റവും ആദ്യം മുതൽ കിട്ടിയിട്ടുണ്ട്, കാരണം അത് പ്രീമിയം സെഗ്മെന്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കുറിച്ചിട്ട് സംസാരിക്കണം എന്നുള്ളത് കുറേ നാളായിട്ട് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഒരു എപ്പിസോഡല്ല, ഇതിനെ കുറിച്ചിട്ടും പിന്നെ റോയൽ എൻഫീൽഡിന്റെ തന്നെ പല കാര്യങ്ങളെ കുറിച്ച് ഒരു മൂന്നോ നാലോ എപ്പിസോഡ് ഉണ്ടായിരിക്കും. അതായിരിക്കും ഇനി കുറച്ച് ദിവസം ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അതിനിടയിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻസ് ന്യൂസ് വന്നാൽ മാത്രമായിരിക്കും അവർ ന്യൂസ് ചെയ്യുക. എന്തായാലും നമുക്ക് സിദ്ധാർത്ഥ് ലാലിനെ കുറിച്ച് നോക്കുമ്പോൾ, സിദ്ധാർത്ഥ് ലാലിന്റെ ഫാമിലി ബിസിനസ്സാണ് ഏഷ്യൻ മോട്ടോഴ്സ്. നമ്മൾ കാണുന്ന ലോറിയും കാര്യങ്ങളൊക്കെ ഉള്ള ഏഷ്യൻ മോട്ടോഴ്സ് അവരുടെ ഫാമിലി ബിസിനസ്സാണ്. വിക്രം ലാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു അതിന്റെ ഒരു CEO ആയിട്ട് നിന്നിരുന്നത്. സോ ആ ഒരു സമയത്ത് അവര് 1990കളിലാണെന്ന് എനിക്ക് തോന്നുന്നു, അവർക്ക് 26% ഓഹരി അവർക്ക് റോയൽ എൻഫീൽഡിന് ഉണ്ടായിരുന്നു. അത് ഏഷ്യൻ മോട്ടോഴ്സിന് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അത് 1993 60% ആയി. പിന്നെ 94 ഫുള്ളായിട്ട് അവർ അക്യൂർ ചെയ്ത് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ബ്രാൻഡ് ആരുടെ ആക്കി? സിദ്ധാർത്ഥ് ലാൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിക്രം ലാൽ എന്ന് പറയുന്ന ഇവരുടെ ഒരു ഫാമിലി പ്രൊഡക്റ്റ് പോലെ ആയി. ബിസിനസ്മാൻ ആണ് വിക്രം ലാൽ എന്ന് പറയുന്നതും, ഒരു പക്ക ബിസിനസ്മാൻ ആണ്. സിദ്ധാർത്ഥ് ലാൽ എന്ന് പറയുന്നതും പക്ക ബിസിനസ്മാൻ ആണ്. അങ്ങനെ അവരുടെ സ്വന്തം ഒരു ഫാമിലി ബിസിനസ് പോലെയുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന റോയൽ എൻഫീൽഡ്. അപ്പോൾ നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ഒരിക്കലും നിങ്ങൾ വിക്കിപീഡിയയിൽ വായിച്ച കാര്യങ്ങളെ കുറിച്ചൊന്നുമല്ല. അദ്ദേഹത്തിന് കുറേ ഇൻ്റർവ്യൂസിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, വിക്രം ലാൽ എന്ന് പറയുന്ന അവരുടെ അച്ഛൻ പക്ക ഒരു ബിസിനസ്മാൻ ആണ്. സിദ്ധാർത്ഥ് ലാൽ എന്ന് പറയുന്നതും ഒരു പക്ക ബിസിനസ്മാൻ ആണ്. അവരുടെ ഫാമിലിയിൽ തന്നെ അവരെപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും ബിസിനസ്സാണ്. ഇപ്പോൾ ഇത്രയും വലിയൊരു തകർന്നു നിന്നിട്ടുള്ള ഒരു മാനുഫാക്ചറിനെ തിരിച്ചെടുത്ത് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞത് ഈ പറയുന്ന വിക്രം ലാൽ അല്ലെങ്കിൽ സിദ്ധാർത്ഥ് ലാൽ എന്ന് പറയുന്ന ഒരാൾക്കാണ്. വിക്രം ലാല് വാങ്ങിക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് ഒരു തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. പക്ഷെ അത് മാറ്റിയെടുത്തത് സിദ്ധാർത്ഥ് ലാലാണ്. 26ാമത്തെ വയസ്സിലാണ് റോയൽ എൻഫീൽഡിൽ സിദ്ധാർത്ഥ് ലാൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ അതിനു മുൻപ് അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള നോളജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഓട്ടോമോട്ടീവ്, മെക്കാനിക്കല്, അതിനോടൊപ്പം തന്നെ ചില ട്രക്ക് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. അദ്ദേഹം മാനിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രൊഡക്ഷൻ എങ്ങനെ ചെയ്യാം, ഒരു വെഹിക്കിൾ എങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യാം, അതിൻ്റെ റോ മെറ്റീരിയൽസ് എങ്ങനെ സെലക്ട് ചെയ്യാം, അതിനെന്തൊക്കെയാണ് അറിയേണ്ടത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം ഇന്ത്യയിലും ഇൻ്റർനാഷണലി ആയിട്ട് പഠിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തിട്ടാണ് സിദ്ധാർത്ഥ് ലാൽ എന്ന് പറയുന്ന ഈ ഒരാൾ റോയൽ എൻഫീൽഡിൽ ജോയിൻ ചെയ്യുന്നത്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലാസിക് 350, അതുപോലെ തന്നെ അല്ലെങ്കിൽ ബുള്ളറ്റ് 350 എന്ന് പറയുന്ന ഒരു മോഡലും CI എഞ്ചിനിൽ നിന്ന് അവർ പിന്നീട് 2010 ശേഷം തോന്നുന്നു എനിക്ക് UCയിലേക്ക് കൺവെർട്ട് ചെയ്ത് അതിനിടയിൽ ഒരു AVL എഞ്ചിൻ വന്നു, തണ്ടർബേർഡ്, ലൈറ്റ്നിങ്, അങ്ങനെ കുറച്ച് മോഡലുകളായിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോമ്പറ്റീഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് നല്ലപോലെ എന്താ പറയുക, റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ മെയ്ഡ് ലൈക്ക് എ ഗൺ ഗോസ് ലൈക്ക് എ ബുള്ളറ്റ് എന്ന് പറയുന്ന ആ ഒരു തീമില്
ആ ഒരു തീമിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് കോമ്പറ്റീഷൻ വരും എന്നുള്ള കാര്യം സിദ്ധാർത്ഥ് ലാലിന് നല്ലപോലെ മനസ്സിലായി. അതിനുശേഷമാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് റോയൽ എൻഫീൽഡിനെ എങ്ങനെയാണ് സിദ്ധാർത്ഥ് ലാൽ മാർക്കറ്റ് ചെയ്തതാണ്. ഏറ്റവും ആദ്യത്തെ കാര്യം, റോയൽ എൻഫീൽഡിന് ഒടുക്കത്തൊരു ഫാൻ ബേസ് ഉണ്ട്. ഫാൻ ബേസിനെ കുറിച്ചും അതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ആ ഒരു ഫാൻ ബേസിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് സിദ്ധാർത്ഥ് ലാലിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, അദ്ദേഹം ഈ ഒരു മോട്ടോർ സൈക്കിൾ സെയിൽ ചെയ്തത് ഇമോഷനിലൂടെയാണ്. ഇമോഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ അദ്ദേഹം നല്ല പോലെ ഈ ഒരു ബ്രാൻഡിനെ ഉയർത്തിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്, ഇന്ത്യക്കാരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ആർമിക്ക് കൊടുക്കുന്നു, നേവിക്ക് കൊടുക്കുന്നു, എയർഫോഴ്സിന് കൊടുക്കുന്നു, അങ്ങനെ ഇമോഷൻ. പിന്നെ ഓൾറെഡി ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും അവരുടെ പല പരേഡിനും റോയൽ എൻഫീൽഡ് യൂസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഇമോഷൻ എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം നല്ല പോലെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രം. ഇനി അടുത്തൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹം ഓടിച്ചിരുന്ന ഒരു ബൈക്കാണ് റോയൽ എൻഫീൽഡ്. അപ്പോൾ ഇദ്ദേഹം ഒരു ഫാനാണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇദ്ദേഹം റോയൽ എൻഫീൽഡിന്റെ ഫാനാണ്. ഇപ്പോൾ നമ്മൾ മറ്റ് ചില സിഇഒനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബുഗാട്ടിയുടെ ഇലക്ട്രിക് വെർഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബുഗാട്ടിയുടെ ഒരു സിഇഒ ആണ് മാറ്റ് റിമാക് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പ്രോപ്പർ എന്തൂസിയാസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ എന്തൂസിയാസ്റ്റ് എന്ന് പറയുന്നത്, അദ്ദേഹം ബുഗാട്ടി അല്ലെങ്കിൽ റിമാക് എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് കാറോ അല്ലെങ്കിൽ ബുഗാട്ടി മാത്രമല്ല ഓടിക്കുക, അദ്ദേഹം BMW ഓടിക്കും, ഫെറാറി ഓടിക്കും, ഡുക്കാറ്റി ബൈക്ക് ഓടിക്കും. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഏതൊരു കാര്യവും അദ്ദേഹത്തിന് ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊരു എന്തൂസിയാസ്റ്റ് ആണ്. ഇതൊരു പ്യൂർ ബിസിനസ്മാൻ എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സിദ്ധാർത്ഥ് ലാൽ എപ്പോഴും അദ്ദേഹം പണ്ട് റോയൽ എൻഫീൽഡ് ഓടിച്ച് കോളേജ് ടൈമുകളിൽ കൊണ്ടു നടന്നതും ആ ഒരു സമയത്ത് ട്രിപ്പ് പോയതും അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും എടുത്തു പറയും. പിന്നെ അദ്ദേഹത്തിന് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടുക. കാരണം ഇവർക്ക് അന്ന് തന്നെ ഓഹരി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സ്റ്റാക്ക് ഉണ്ടായിരുന്ന ഒരു കമ്പനിയായിരുന്നു റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് റോയൽ എൻഫീൽഡ് ഏതൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, അദ്ദേഹം പതുക്കെ അതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോകും. ഞാൻ കോളേജിൽ ഇങ്ങനെ കൊണ്ടു നടന്നിരുന്നു, അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അത് യൂസ് ചെയ്തിരുന്നു. റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ അദ്ദേഹം മാർക്കറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് നമ്മളിലേക്ക് ഒരു ഇമോഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിച്ചത്. പിന്നെ രാജ്യസ്നേഹം, അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പലതരത്തിലുള്ള ഫീലിങ്സ് ഉണ്ട്. ആ ഒരു ഫീലിങ്സ് എല്ലാം അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരാൾക്ക് കസ്റ്റമർക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുള്ള മേഖല എന്ന് പറയുന്നത് റൈഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ ലോങ് ടൂറിങ്ങിന് പണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു ബൈക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ട്. ഹിമാലയൻ പോകണമെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് വേണം, അങ്ങനെയുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി, അതൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. കാരണം എനിക്ക് തോന്നുന്നത് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള സെയില് കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതെ, സാധാരണക്കാർ യാത്ര ചെയ്തു തുടങ്ങി. അത് റോയൽ എൻഫീൽഡ് ചൂസ് ചെയ്തു, അതിനുവേണ്ടി റോയൽ എൻഫീൽഡ് ചൂസ് ചെയ്തു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ലോങ് ടൂറിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലും റോയൽ എൻഫീൽഡ് ആണ് വേണം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അദ്ദേഹത്തിന് എത്തിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലേക്കാൾ കൂടുതൽ ഇന്റർനാഷണൽ മാർക്കറ്റുകൾ കുറച്ച് ശ്രദ്ധിച്ചു തുടങ്ങി. ഇന്റർനാഷണൽ മാർക്കറ്റിൽ അദ്ദേഹം ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമെന്ന് പറയാം. കാരണം റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ട്രയംഫിന്റെയും ഹാർലിയുടെയും അല്ലെങ്കിൽ അതുപോലുള്ള ക്ലാസിക്കൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിനൊക്കെ ഒരു അന്തകൻ എന്ന് പറയാം. ഇപ്പോൾ ഹാർലി ഡേവിഡ്സൺ അടക്കം വലിയ രീതിയിൽ പണി കൊടുത്തത് റോയൽ എൻഫീൽഡ് ആണ്. കാരണം അത്രയും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അവരുടെ 650cc ആയിട്ടുള്ള ട്വിൻ സിലിണ്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹാർലി പൂട്ടേണ്ട അവസ്ഥ അല്ലെങ്കിൽ അവരുടെ കച്ചവടമൊക്കെ കുറയാനായിട്ടുള്ള കാരണം അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിള് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ടും അവർക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ഈ പറയുന്ന ട്രയംഫിനാണെങ്കിലും ഹാർലിക്കാണെങ്കിലും വലിയ പണിയായിട്ട് റോയൽ എൻഫീൽഡ് മാറിയത്. സോ അദ്ദേഹം പിന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ റേസിംഗിലൊക്കെ കുറച്ചധികം ഇൻവോൾവ് ആയി. പലതരത്തിലുള്ള ഇന്റർനാഷണൽ റേസിലൊക്കെ അവർ പങ്കെടുത്തു. ഫ്ലാറ്റ് ട്രാക്ക് പോലെയുള്ള റേസിനൊക്കെ പങ്കെടുത്ത് അവരുടെ ഒരു സ്ഥാനം അവിടെ ഉറപ്പിച്ചു. അതിനുശേഷം പതുക്കെ പ്രൊഡക്റ്റുകൾ അദ്ദേഹം സെയിൽ ചെയ്ത് തുടങ്ങി. ഓരോ പ്രൊഡക്റ്റും സെയിൽ ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് അവിടെ മാർക്കറ്റ് ഡെവലപ്പ് ആയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കാണുന്ന പല പ്രൊഡക്റ്റും പലരും പറയാറുണ്ട്. ഇപ്പോൾ സൂപ്പർ മെറ്റിയോ 650 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലൊരു ക്രൂസർ ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ടല്ല. ചിലപ്പോൾ അവർ ഇന്ത്യയിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു മോഡലായിരിക്കില്ല. കാരണം ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്തായിരിക്കാം. പക്ഷേ ആ ഒരു മാർക്കറ്റ് അദ്ദേഹത്തിന് ഓൾ അറൗണ്ട് ദ വേൾഡ് സെല് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് മാറ്റിയെടുത്തു. ഇനി അടുത്തൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യമാണ് റൈഡിംഗ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ റോയൽ എൻഫീൽഡ് റൈഡിംഗ് കമ്മ്യൂണിറ്റി ആയിരിക്കാം ചിലപ്പോൾ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അത്രയും ശക്തമായിട്ടുള്ള റൈഡിംഗ് കമ്മ്യൂണിറ്റി ചെയ്തത്. അതിനുശേഷം യമഹ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ യമഹയുടെ അത്രയും സക്സസ് ആയില്ല. എന്നാലും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. KTM ചെയ്യാനായിട്ട് ശ്രമിച്ചു, അത് ഓക്കെ, നല്ല രീതിയിൽ സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ അതിൽ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രൊജക്റ്റ് അദ്ദേഹം റോയൽ എൻഫീൽഡിൽ തുടങ്ങിയതുകൊണ്ട് തന്നെ ഈ റൈഡിംഗ് കമ്മ്യൂണിറ്റി തുടങ്ങുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ആ ഒരു ഫീൽഡിൽ മാർക്കറ്റിങ്ങിന് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സെയിൽസ് സർവീസ്, അതിലേക്ക് നല്ലൊരു കസ്റ്റമർ റിലേഷൻ ഉണ്ടാക്കുക.
നമ്മൾ ഷോറൂം വഴിയായിട്ടുള്ള റൈഡുകൾ നടത്തുക അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കസ്റ്റമറിനെ സ്വന്തം കമ്പനി പോലുള്ളൊരു ഫീൽ വരും. അതാണ് റോയൽ എൻഫീൽഡ് വർഷങ്ങൾക്ക് മുൻപ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഇന്ത്യയിലുള്ള കാര്യമല്ല, ഇന്റർനാഷണൽ മാർക്കറ്റിലെ പല കമ്പനികളും ചെയ്യുന്ന കാര്യമാണ്. റോയൽ എൻഫീൽഡ് ഇവിടെ കൊടുന്ന് അഡാപ്റ്റ് ചെയ്ത് ആ ഒരു ഇവന്റ് വളരെയധികം സക്സസ് ആക്കിയത്. ഇപ്പോൾ റൈഡർ മാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ് ഇപ്പോഴും ഇത്ര സക്സസ് ആയിട്ട് നടത്താനായിട്ട് റോയൽ എൻഫീൽഡിന് സാധിക്കുന്നതും ഈ പറയുന്ന കസ്റ്റമർ റിലേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതാണ് അദ്ദേഹം അടുത്തായി ചെയ്തത്. ഇനി പ്രൊഡക്ഷനിലേക്ക് വരികയാണ്. ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിന് 2015 വരെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ സെറ്റപ്പ് ഒന്നും ഉണ്ടായില്ല. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു ടീം വെച്ചിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന സിദ്ധാർത്ഥ് ലാല് ഓരോ മോട്ടോർ സൈക്കിൾസും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. അതിനുശേഷമാണ് അവർ ഹാരിസ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്. ആ ഒരു കമ്പനി അവർ അക്യൂർ ചെയ്യുകയും ആ കമ്പനിയിലുള്ള സ്റ്റാഫുകളെ അടക്കം അദ്ദേഹം അക്യൂർ ചെയ്തത്. ശരി, ആ കമ്പനി മൊത്തമായിട്ട് വാങ്ങി ആ ഒരു കമ്പനിയിലുള്ള സ്റ്റാഫുകളെ യൂസ് ചെയ്തിട്ടാണ് പിന്നീട് അവർ പ്രൊഡക്റ്റ് മാനേജർ അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വിങ്, സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 2015 UK ടെക് സെന്ററിലാണ് ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്ത്. അതേ സെയിം വിങ് ഇപ്പോൾ ചെന്നൈയിലുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പുതിയൊരു കമ്പനിയെ വാങ്ങി ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് ഓൾറെഡി പെർഫോമൻസ് വെർഷനിൽ അല്ലെങ്കിൽ പെർഫോമൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ്. ആ ഒരു കമ്പനി റോയൽ എൻഫീൽഡിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ റോയൽ എൻഫീൽഡിന് കിട്ടുന്ന ഒരു ഉപയോഗം എന്ന് പറയുന്നത് അവർക്ക് വലിയ രീതിയിൽ തല വർക്ക് ചെയ്യേണ്ട, ഓൾറെഡി പെർഫോമൻസിന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ അറിവുണ്ട്. ഇനി അടുത്തതായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അടുത്തൊരു കാര്യം ചെയ്തത് സ്റ്റാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാനിഷ് കമ്പനിയായിട്ട് കൊളാബ് ചെയ്തു. സ്റ്റാർക്ക് എന്ന് പറയുന്നത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള മോട്ടോക്രോസ് ഇലക്ട്രിക് ബൈക്ക് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ ഒരു കമ്പനിയായിട്ടുള്ള കൊളാബറേഷൻ വഴിയും അവർക്ക് പുതിയ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും പഠിക്കാനും റിസർച്ച് ചെയ്യാനൊക്കെ അവർക്ക് സാധിച്ചു. അല്ലെങ്കിൽ അവരുടെ ടെക്നോളജീസ് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് അവർക്ക് സാധിച്ചു. ഇനി അതിനോടുകൂടെ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് അവർ വേറൊരാളെയും കൂടി എടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ പുതിയ ഐക്മ ഓട്ടോ എക്സ്പോലൊക്കെ ഈ പറയുന്ന C6 S6 ഒക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ മാരിയോ അൽവീസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറ്റാലിയനെ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് അവർ ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്തെടുത്തതാണ്. അവർ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫാക്കി മാറ്റിയതാണ്. ഈ ഒരു മാരിയോ അൽവീസ് എന്ന് പറഞ്ഞ ആൾ ഏറ്റവും ആദ്യം വർക്ക് ചെയ്തിരുന്നത് ഡുക്കാറ്റിയുടെ സ്ക്രാംബ്ലറിൻ്റെ പ്രൊജക്റ്റിൽ, അതുപോലെ ഡുക്കാറ്റിയുടെ പല പ്രൊജക്റ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ആൽഫ റോമിയോ എന്ന് പറയുന്ന കാർ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അബാത്തിൻ്റെ പല പ്രൊജക്റ്റിന് വേണ്ടിയിട്ടും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ കൂടി അക്യൂർ ചെയ്തു. പിന്നെ സിദ്ധാർത്ഥ് ലാൽ അദ്ദേഹത്തിന് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല ജാപ്പനീസ് എഞ്ചിനീയേഴ്സിനെ ആയിട്ടും ചർച്ച ചെയ്യാറുണ്ട്. ഒരു പേരൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്കത് മനസ്സിലായില്ല. പല ജാപ്പനീസ് എഞ്ചിനീയേഴ്സിനെ ആയിട്ടും അദ്ദേഹം സംസാരിക്കാറുണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് റിലയബിലിറ്റിയുടെ കാര്യം, എത്രത്തോളം റിലയബിൾ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പല കാര്യങ്ങളും പലരും എടുത്തും റിസർച്ച് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് കയറി വർക്ക് ചെയ്യല്ല, പല കമ്പനികളെയും വെച്ചിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇതിപ്പോൾ റോയൽ എൻഫീൽഡ് മാത്രമല്ല, പല ബ്രാൻഡും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നത്. പക്ഷെ റോയൽ എൻഫീൽഡ് അതൊന്നും കൂടി ബെറ്റർ ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇനി റോയൽ എൻഫീൽഡിന്റെ ഒരു പുതിയ യുഗം തുടങ്ങുന്നത് എവിടെ വെച്ചിട്ടാണെന്നറിയോ? ഏറ്റവും പുതിയ 650 ട്യൂനായിട്ടുള്ള ആ ഒരു എൻജിൻ തൊട്ടിട്ടാണ് റോയൽ എൻഫീൽഡിന്റെ ന്യൂ എറ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ ഒരു പഴയ ഒരു റോയൽ എൻഫീൽഡ് ആയിരുന്നു. ഈ ഒരു ട്യൂൻ സിലിണ്ടർ ആയിട്ടുള്ള എഞ്ചിൻ വന്നതിന് ശേഷമാണ് അവർ പുതിയൊരു കാലഘട്ടത്തിലേക്ക് തന്നെ അവരുടെ കമ്പനിയെ മാറ്റിയെടുക്കാനായിട്ട് റോയൽ എൻഫീൽഡിന് സാധിച്ചത്. ഇനി അടുത്തൊരു കാര്യം, റോയൽ എൻഫീൽഡിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സിദ്ധാർത്ഥ് ലാൽ ഞാൻ പറഞ്ഞു കസ്റ്റമറിനെ ആയിട്ടുള്ള ഒരു റിലേഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കും എക്സ്പേർട്ട് ആയിട്ടുള്ള റൈഡേഴ്സിന്റെ ഫീഡ്ബാക്കും എടുക്കാറുണ്ട്. ഏറ്റവും എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കവാസാക്കിയുടെ KLX 230 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എൻഡ്യൂറോ മോട്ടോർ സൈക്കിള് ലാസ്റ്റ് ഇയർ പല എക്സ്പേർട്സിൻ്റെ അടുത്തും IBWന് വന്നിട്ടുള്ള പല റൈഡേഴ്സിൻ്റെ അടുത്തും നല്ല പോലെ ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ട്. സോ അതുപോലെ റോയൽ എൻഫീൽഡ് ഈ ഒരു കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഫീഡ്ബാക്ക് എടുക്കുക, കസ്റ്റമേഴ്സിനെയും കൂടി ഒരു പ്രൊഡക്ഷനിലേക്ക് അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുള്ള പോലെയും കൂടി ചെയ്യുമ്പോൾ അതും കസ്റ്റമേഴ്സിനെ നല്ല പോലെ എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവർക്കും കൂടി ഒരു സ്വന്തമായിട്ടൊരു സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സിദ്ധാർത്ഥ് ലാൽ എന്ന് പറയുന്ന ഒരാൾ ഒരു പ്യുവർ ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് ബിസിനസ് കാര്യങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ പ്രൊഡക്ഷനും റിസർച്ചിനും വേണ്ടിയിട്ട് സ്പെഷ്യൽ ടീമുണ്ട്. ഇനി അതിന് പോലും അദ്ദേഹത്തിന് ഒരു ടോപ്പ് ലെവലിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഗോവിന്ദരാജ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ CEO-നെ, പുതിയതല്ല, ആ ഒരു അദ്ദേഹത്തിന് സിദ്ധാർത്ഥ് ലാലിനേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട് റോയൽ എൻഫീൽഡിൽ. 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സിദ്ധാർത്ഥ് 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരാളെ നേരെ പിടിച്ചിട്ട് CEO ആയിട്ട് ഇട്ടു. അപ്പോൾ CEO എന്ന് പറയുന്ന ലെവലിൽ ഗോവിന്ദരാജ് എന്ന് പറഞ്ഞ ഒരാൾ മൊത്തമായിട്ട് ഇതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. സിദ്ധാർത്ഥ് ലാൽ ഈ ബിസിനസ് ശ്രദ്ധിക്കും. പക്ഷെ സിദ്ധാർത്ഥ് ലാലിന്റെ ബിസിനസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ ഹിമാലയൻ 450 ലോഞ്ച് ചെയ്തപ്പോൾ സിദ്ധാർത്ഥ് ലാൽ പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ വെക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇനി
ഞാനിനി പുതിയ ഹിമാലയൻ 450 എടുത്തിട്ട് ഞാനിങ്ങനെ കറങ്ങാൻ പോകും, അതാണ് എൻ്റെ പ്ലാൻ. അപ്പം എന്താണോ പുതിയ പ്രൊഡക്റ്റ് വരുന്നത് ആ ഒരു പ്രൊഡക്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇപ്പോൾ ബുള്ളറ്റ് ആണെന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് എടുത്ത് ഞാൻ എൻ്റെ ഇങ്ങനെ ചുമ്മാ സിറ്റീസിൽ ഓടിക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹം മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു പുഷ്, ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അല്ല, ഈ സിദ്ധാർത്ഥ് ലാലിന്റെ മൊത്തം ഇവിടെ കാണുന്ന കുരുവാണോ? ആ കുരുവിന്റെ കാര്യത്തില് എനിക്കറിയില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ കുരുവാണോ ചോദിക്കണേ? ഓക്കെ, എനിക്ക് തോന്നിയിട്ടുണ്ട് പല സമയത്തും അത് എന്തുകൊണ്ട് അത് എടുത്ത് കളയുന്നില്ല എന്നുള്ളത്. ചിലപ്പോൾ അദ്ദേഹം ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണല്ലോ. ചിലപ്പോൾ ആ കുരു അദ്ദേഹത്തിന്റെ ബുദ്ധി എന്നല്ല, ഞാൻ തമാശക്ക് പറഞ്ഞതാ. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ ഭാഗ്യം കൊണ്ടായിരിക്കാം, എനിക്കറിയില്ലടാ, അതൊന്നും എനിക്കറിയില്ലടാ. നിങ്ങൾ പറയും, അലന്റെ ഡൗട്ട് നിങ്ങൾ പറയും. സിദ്ധാർത്ഥ് ലാലിന്റെ മുഖത്ത് ഒരു കുരു ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ആ ഒരു കുരു എന്തുകൊണ്ട് അദ്ദേഹം, ചിലർക്ക് അതിന് വിശ്വാസം ഉണ്ടായിരിക്കാം. ഞാനൊന്നും അതിൽ വിശ്വസിക്കുന്ന ആളല്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ചിലർക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായി, കളയാവുന്നുള്ളൂ. എന്തായാലും അലന്റെ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് കൂടി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. കാരണം അദ്ദേഹത്തിന്റെ മുഖത്തൊരു കുരു ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഒരു കുരു എന്തുകൊണ്ട് അദ്ദേഹം എടുത്ത് കളയുന്നില്ല? ഓക്കെ, അവർ കമന്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ഞാൻ ഫൈനലായിട്ട് നമ്മളിത് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, സിദ്ധാർത്ഥ് ലാൽ എന്ന് പറയുന്നത് ഒരു പ്യുവർ ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതൊരു എന്താ പറയുക, ഒരു റോയൽ എൻഫീൽഡ് ഫാനാണ് അദ്ദേഹം. റോയൽ എൻഫീൽഡ് ഫാനാണ്, അത് 100% ഷുവറാണ്. കാരണം അദ്ദേഹം ചെറുപ്പം മുതൽ കാണുന്ന ഒരു വണ്ടി, പിന്നെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തൊരു ബ്രാൻഡ്. അതുകൊണ്ട് തന്നെ ഒരു എന്തൂസിയാസ്റ്റ് അല്ല, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ, ഒരു കച്ചവടക്കാരൻ. നിങ്ങൾ വിക്കിപീഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ഒരു ബിസിനസ്മാൻ എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുന്നുണ്ടാവും. അത് നല്ലൊരു കാര്യം. അടുത്തൊരു കാര്യം, അദ്ദേഹം റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഫാനാണ്. പിന്നെ അടുത്തൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം എപ്പോഴും ഞാൻ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റിനെ പൊന്തിച്ചു പറയാൻ മാത്രമായിരിക്കും റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വേണ്ടത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ സിദ്ധാർത്ഥ് ലാലിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത്. വരും ഇതിനെ കുറിച്ച് വരും. പറഞ്ഞില്ല, ദേ ഒരു ബുള്ളറ്റ് പോകണം. ഓക്കെ, until then, hey, check. Thanks for watching. See you next video. Until then, ciao.